അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസം അതിൻ്റെ ഏറ്റവും അവസാന സന്ദർഭങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഖുർആൻ ഇറങ്ങിയതാണല്ലോ ഈ മാസത്തിന്റെ പ്രത്യേകത. നമ്മുടെ ഖുർആനുമായുള്ള ബന്ധം എവിടെ എത്തി? നമ്മുടെ ഖുർആൻ പാരായണം എവിടെ എത്തി? ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുണ്യകരമാണ്. ഖുർആനിന്റെ പാരായണം പുണ്യമാണ്, ഖുർആൻ പഠിക്കുന്നത് പുണ്യമാണ്, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിജയത്തിന് നിർബന്ധമായിട്ടുള്ള ഒരു ഉപാധിയാണ്. ആ ഖുർആനുമായിട്ട് ഈ റമദാനിൽ നമുക്ക് ബന്ധമുണ്ടാക്കാൻ സാധിച്ചുവോ എന്ന് നാം ഈ ഒരു അവസാന സന്ദർഭത്തിൽ പരിശോധിക്കണം. എന്തെങ്കിലും കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വിടവ് നികത്തുവാൻ നാം കഠിനാധ്വാനം ചെയ്യണം. നമുക്ക് ഉറങ്ങണം, വിശ്രമിക്കണം, നമുക്ക് സാവകാശം വേണം, ആവാം. അതെല്ലാം ഈ അനുഗ്രഹീതമായ റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ, അവസരമുണ്ടെങ്കിൽ നമുക്ക് വിശ്രമിക്കാമല്ലോ, നമുക്ക് സാവകാശമാവാമല്ലോ. പക്ഷെ ഇപ്പോൾ ഇതൊരു സുവർണാവസരമാണ്, ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ്. ഇതുപോലൊരു സന്ദർഭം ഇനി ലഭിക്കാനില്ല. പരിശുദ്ധ റമദാൻ തന്നെ ഇനി നമുക്ക് ലഭിക്കുമോ എന്ന് നമുക്കറിയില്ല. ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അടുത്ത വർഷത്തിൽ ബാക്കിയാവുക എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയില്ലല്ലോ. നമ്മുടെ കയ്യിലുള്ളത് ഇന്ന് മാത്രമാണ്, ഇപ്പോൾ മാത്രമാണ്, ഈ സന്ദർഭം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തി നന്മയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ തിലാവത്ത് എന്ന് പറയുന്നത് പുണ്യകരമായ ഒരു കാര്യമാണ്. എപ്പോഴും മനസ്സിൽ ഖുർആൻ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുമ്പോൾ അടുത്ത തവണ ഓതുന്ന നേരത്ത് ഓതി വെച്ച സ്ഥലം അറിയാൻ വേണ്ടി നിങ്ങൾ അടയാളങ്ങൾ വെക്കാറുണ്ടോ? ചരടുകൊണ്ടോ കടലാസ് കൊണ്ടോ ചെറിയ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ അടയാളം വെക്കാറുണ്ടോ? ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണല്ലോ. അള്ളാഹു നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇപ്പോൾ എവിടെയാണ് നമ്മുടെ സംസാരം നിർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ആ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങാൻ നമുക്ക് ഓർമ്മയുണ്ടാകുമ്പോഴല്ലേ നാം സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുക. അതുകൊണ്ട് ഖുർആൻ ശ്രദ്ധാപൂർവം പാരായണം ചെയ്യുകയും എവിടെയാണ് നിർത്തിയത് എന്ന് ആയത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വിധം ഉള്ള ഒരവസരം ഉണ്ടാവുകയും ചെയ്യണം. പരിശുദ്ധ ഖുർആനിലേക്ക് വീണ്ടും വീണ്ടും ഊളിയിട്ടിറങ്ങുക, അതുമാത്രമാണ് നമ്മുടെ വിജയത്തിന്റെ പോംവഴി എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.